നല്ല മഴയാണ്. മഴക്കാലത്ത് നിങ്ങൾക്കറിയാം ലാപ്ടോപ്പുകൾക്ക് പ്രോബ്ലംസ് കൂടുതൽ വരുന്ന സമയമാണ്. മഴക്കാലത്ത് ലാപ്ടോപ്പുകൾ എങ്ങനെ നന്നായി പരിരക്ഷിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. മഴക്കാലത്ത് നമ്മുടെ അനുഭവത്തിൽ ലാപ്ടോപ്പുകൾക്ക് കൂടുതൽ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. പല രീതിയിലുള്ള പ്രോബ്ലംസും ലാപ്ടോപ്പിന് വരാറുണ്ട്. ഡിസ്പ്ലേ പ്രോബ്ലംസ് വരാറുണ്ട്, കീബോർഡിൻ്റെ പ്രോബ്ലംസ് വരാറുണ്ട്, മദർ ബോർഡിലെ പ്രോബ്ലം കൊണ്ട് ഓണാവാത്ത പ്രശ്നങ്ങൾ വരാറുണ്ട്. പ്രത്യേകിച്ച് ഇത് മഴക്കാലത്ത് വളരെ കൂടുതലായിട്ടാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്. 80% മേലെ ഹ്യൂമിഡിറ്റി വരുമ്പോൾ ഇലക്ട്രോണിക് സാധനങ്ങൾ ലാപ്ടോപ്പുകൾക്ക് കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മഴക്കാലത്ത് കേരളത്തിൽ 80% മേലെയാണ് ഹ്യൂമിഡിറ്റി. നമ്മുടെയൊക്കെ റൂമുകളിൽ 90% മേലെ ഹ്യൂമിഡിറ്റി ഉണ്ടാവാറുണ്ട്. ഹ്യൂമിഡിറ്റി കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ അതിനായിട്ട് ഒരു സിലിക്ക ജെല്ലിൻ്റെ പാക്കറ്റ്, വളരെ തുച്ഛമായ വിലയ്ക്ക് കിട്ടുന്ന ഡീഹ്യൂമിഡിഫയർ ആയിട്ടുള്ള സിലിക്ക ജെല്ല് നമ്മളുടെ ലാപ്ടോപ്പ് സൂക്ഷിക്കുന്ന ബാഗുകളിലും അതുപോലെ ലാപ്ടോപ്പ് വയ്ക്കുന്ന ടേബിളുകളിലൊക്കെ വയ്ക്കുന്നത് ആ എൻവിറോൺമെൻറ്റിലെ ഹ്യൂമിഡിറ്റി കുറയ്ക്കാനും അതുവഴി ലാപ്ടോപ്പുകൾക്ക് പ്രശ്നമുണ്ടാവുന്നത് ഒഴിവാക്കാനും സാധിക്കും. രണ്ടാമതായിട്ട് പറയാനുള്ളത്, മഴക്കാലത്ത് നമ്മളുടെ ലാപ്ടോപ്പുകൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നനഞ്ഞ കൈകൊണ്ട് ഹാൻഡിൽ ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ വരാന്തകൾ, ജനലുകൾക്ക് അടുത്ത് ഉള്ള ടേബിളുകൾ, ഇവിടെയെല്ലാം ലാപ്ടോപ്പുകൾ വെക്കാതിരിക്കുക. ഉപയോഗം കഴിഞ്ഞാൽ നമ്മുടെ ബാഗിൽ തന്നെ തിരിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. മഴക്കാലത്ത് ഹൈ വോൾട്ടേജ് പല രീതിയിലും നമ്മുടെ ലൈനുകളിൽ വരാനുള്ള സാധ്യതയുണ്ട്. ലൈറ്റ്നിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മഴയും തണ്ടർ സ്റ്റോമൊക്കെ ഉള്ള സമയത്ത്, ഇടിവെട്ടുള്ള സമയത്ത് നമ്മുടെ പ്ലഗുകൾ ഊരിയിടാനായിട്ട് ശ്രമിക്കണം. അതുമാത്രമല്ല, ഇത് സ്പൈക്കുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഒഴിവാക്കാനായിട്ട് നമുക്കൊരു UPS ഉപയോഗിക്കാം. അതുപോലെ സ്പൈക്ക് അറസ്റ്ററും ഉപയോഗിക്കാം. അതുപോലെ ലാപ്ടോപ്പ് മഴക്കാലത്ത് നമ്മൾ പുറത്തേക്ക് ക്യാരി ചെയ്യുമ്പോൾ വാട്ടർ പ്രൂഫായിട്ടുള്ള ഒരു ബാഗിൽ, പോളിത്തീൻ ബാഗിൽ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്യുന്നത് മഴക്കാലത്ത് നമ്മൾ പുറത്തു പോകുമ്പോൾ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നത് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളുടെ ലാപ്ടോപ്പ് ക്ലീൻ ആക്കി വെക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. നമ്മുടെ ലാപ്ടോപ്പിൻ്റെ കീബോർഡ്, എയർ കിടക്കാനുള്ള ഡക്റ്റുകൾ, അതുപോലെ ലാപ്ടോപ്പിൻ്റെ ഉൾഭാഗത്തെ പ്രധാന ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് വെക്കേണ്ടത് അത്യാവശ്യമാണ്. ഉള്ളിലെ പാർട്സുകൾ ക്ലീൻ ചെയ്യാനായിട്ട് നല്ലൊരു സർവീസ് സെൻറ്ററിൻ്റെ സഹായം തേടാം. നമ്മുടെ സാൻവീർ ടെക്നോളജീസിൽ SFS എന്ന് പറഞ്ഞിട്ട് ഒരു സർവീസ് പ്രോഗ്രാം ഉണ്ട്. അറ്റ്ലീസ്റ്റ് വൺസ് ഇൻ എ ഇയർ ആ ഒരു ഫുൾ സർവീസ് നമ്മൾ ചെയ്യുന്നത് ലാപ്ടോപ്പിൻ്റെ ലൈഫ് കൂട്ടുന്നതിനും നല്ല പെർഫോമൻസ് ഉണ്ടാക്കുന്നതിനും നല്ലതാണ്. നല്ല തണുത്ത ഒരു AC റൂം പോലെയുള്ള സ്ഥലത്തുനിന്ന് പുറത്തേക്ക് ചൂടുള്ള സ്ഥലത്തേക്ക് പോകുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള പുറത്തേക്ക് പെട്ടെന്ന് പോയിട്ട് ലാപ്ടോപ്പ് ഓൺ ചെയ്യരുത്. കുറച്ച് സമയം ആ ഒരു പുതിയ ഊഷ്മാവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചതിന് ശേഷം മാത്രമേ ലാപ്ടോപ്പ് ഓൺ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ലാപ്ടോപ്പിൻ്റെ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകളിൽ കണ്ടൻസേഷൻ മൂലം അവിടെ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാനും മദർ ബോർഡ് കംപ്ലൈൻറ്റ് ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരും. താങ്ക് യു വെരി മച്ച്.